പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇഹലോക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ വിളി എത്ര അടിയന്തിരമാണ് എന്നതിനെക്കുറിച്ചും ഇന്ന് നാം ഓർമ്മിപ്പിക്കപ്പെടുന്നു. ഇതാ ഇപ്പോൾ അനുകൂലമായ സമയമാണ്, ഇപ്പോൾ രക്ഷയുടെ ദിവസമാണ് എന്ന് 2 കൊരിന്ത്യർ 6:2 സൂചിപ്പിക്കുന്നു. ദൈവത്തെ തിരഞ്ഞെടുക്കുവാനും പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം ഈ മർത്യ ജീവിതത്തിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാം. നിത്യജീവൻ നേടുന്നതിനും കർത്താവുമായി സമാധാനപ്പെടുന്നതിനും നമുക്കുള്ള ഒരേ ഒരു അവസരം നമ്മുടെ ഈ നിലവിലുള്ള ജീവിതമാണ്. മരണശേഷം രണ്ടാമതൊരു അവസരമില്ല. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കുകയും അതിനുശേഷം വിധി ഉണ്ടാകുകയും ചെയ്യും. ഹെബ്രായർ 9:27 നാം വായിക്കുന്നു. നാം ഈ ലോകം വിട്ടുപോകുന്ന അവസ്ഥയിൽ തന്നെ നാം എന്നേക്കുമായി വിധിക്കപ്പെടും. അതിനാൽ നമ്മുടെ മാനസാന്തരം വൈകിപ്പിക്കുകയോ സമയം എന്ന സമ്മാനത്തെ നിസ്സാരമായി കാണുകയോ ചെയ്യരുത് സഹോദരങ്ങളെ. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും പ്രാർത്ഥിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള അവസരമാണ്. അത് പിന്നീട് ഒരിക്കലും തിരികെ ലഭിക്കുകയുമില്ല. വിശുദ്ധ അഗസ്തീൻ ജ്ഞാനത്തോടെ നമ്മെ ഉപദേശിക്കുന്നു. നിങ്ങളുടെ പശ്ചാത്താപത്തിന് ദൈവം മാപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്നാൽ അവിടുന്ന് നിങ്ങൾക്ക് നാളെ വാഗ്ദാനം ചെയ്തിട്ടില്ല. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ വികാരം പ്രതിധ്വനിപ്പിക്കുന്നു. ഈ ലോകത്തിലിരിക്കുമ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് 1000 വഴികളുണ്ട്, എന്നാൽ നാം വിട വാങ്ങുമ്പോൾ അതങ്ങനെയല്ല. ആകയാൽ ഉണർന്നിരിക്കുവീൻ, എന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾക്ക് അറിയില്ലല്ലോ. മത്തായി 25:13. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുവാനും കൂദാശകൾ സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ കരുണ യാചിക്കുവാനുമുള്ള സമയം ഈ നിമിഷമാണ്, ഈ നിമിഷം മാത്രമാണ്. നാം മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ല. നമ്മുടെ വിധി മുദ്ര കുത്തപ്പെടും. എല്ലാം നാം ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ദൈവജനമേ, ഓരോ ദിവസവും കൃപയിൽ വളരുവാനും ഓരോ നിമിഷവും ദൈവ കൃപയിൽ വളരുവാനും നമ്മുടെ നിത്യരക്ഷ ഉറപ്പാക്കുവാനുമുള്ള ഒരു സമ്മാനമായി കണ്ട് നമുക്ക് വിശുദ്ധമായ അടിയന്തരാവസ്ഥയോടെ ജീവിക്കാം.